യൂറോപ്യൻ രാജ്യമായ ജോർജിയയിൽ വിനോദസഞ്ചാരത്തിനെത്തിയ ഒരു കൂട്ടം ഇന്ത്യക്കാർക്കുണ്ടായ ദുരനുഭവം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയാണ്. ധ്രുവി പട്ടേൽ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലാണ് ജോർജിയയിലെത്തിയ 56 ഇന്ത്യക്കാർ നേരിട്ട മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തെക്കുറിച്ച് വിവരിക്കുന്നത്. ജോർജിയൻ അധികൃതരിൽ നിന്ന് ഏറ്റവും മനുഷ്യത്വരഹിതമായ പെരുമാറ്റമാണ് തങ്ങൾ നേരിട്ടതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ധ്രുവി പട്ടേൽ പോസ്റ്റ് പങ്കുവച്ചത്. അർമേനിയയിൽ നിന്ന് ജോർജിയയിലേക്ക് പ്രവേശിക്കുന്ന സഡ്ഖലോ അതിർത്തിയിലാണ് ഈ സംഭവം നടന്നതെന്ന് ധ്രുവി പട്ടേൽ പറയുന്നു. തങ്ങൾക്ക് സാധുവായ ഈ വിസയും രേഖകളും ഉണ്ടായിരുന്നെങ്കിലും അപമാനം നേരിട്ടുവെന്നും ഏറെ നേരം കസ്റ്റഡിയിൽ കഴിയേണ്ടി വന്നുവെന്നും പോസ്റ്റിൽ പറയുന്നു. 56 അംഗ സംഘം കൊടുന്തണുപ്പിൽ 5 മണിക്കൂറിലേറെ നേരം കാത്തുനിന്നുവെന്നും ഭക്ഷണമോ ശുചിമുറിയോ പോലും ഉണ്ടായിരുന്നില്ലെന്നും പോസ്റ്റിൽ പറയുന്നു. തങ്ങളോട് പറയാതെ പാസ്പോർട്ട് 2 മണിക്കൂറിലേറെ നേരം പിടിച്ചുവെച്ചുവെന്നും പോസ്റ്റിലുണ്ട്. യുവതിയുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: ജോർജിയയിൽ നിന്നുള്ള ഏറ്റവും മനുഷ്യത്വരഹിതമായ പെരുമാറ്റം. സാധുവായ ഈ വിസകളും രേഖകളുമുള്ള 56 ഇന്ത്യക്കാരെ അർമേനിയ വഴിയാണ് പ്രവേശിപ്പിച്ചത്. കൊടുന്തണുപ്പിൽ 5 മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നു. ഭക്ഷണമോ ശുചിമുറിയോ ഇല്ല. ഞങ്ങളോട് പറയാതെ 2 മണിക്കൂറിലധികം പാസ്പോർട്ടുകൾ പിടിച്ചുവെച്ചു. കന്നുകാലികളെ പോലെ നടപ്പാതയിലിരിക്കാൻ നിർബന്ധിച്ചു. കുറ്റവാളികളെ പോലെ ഞങ്ങളുടെ വീഡിയോകൾ എടുത്തു. പക്ഷേ ഞങ്ങളത് തടഞ്ഞു. ഞങ്ങളുടെ രേഖകൾ പോലും പരിശോധിക്കാതെ വിസയിൽ തെറ്റുണ്ടെന്ന് അവകാശപ്പെട്ടു. ജോർജിയ ഇന്ത്യക്കാരോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്. ലജ്ജാകരവും അസ്വീകാര്യവുമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരെ ടാഗ് ചെയ്താണ് യുവതി പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഇന്ത്യ ശക്തമായ ഒരു നിലപാടെടുക്കണമെന്നും യുവതി ആവശ്യപ്പെടുന്നു. യുവതിയുടെ പോസ്റ്റ് നിരവധി പേരുടെ ശ്രദ്ധയെ ആകർഷിച്ചിട്ടുണ്ട്. ഒരു ദിവസം മുമ്പ് പങ്കുവച്ച പോസ്റ്റിന് 5000-ലധികം പേർ ലൈക്ക് ചെയ്തിട്ടുണ്ട്. സമാന അനുഭവം നേരിട്ട ആളുകളടക്കം നിരവധി പേർ പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തിട്ടുണ്ട്. ഒരാളുടെ കമന്റ് ഇങ്ങനെയാണ്: കേട്ടതിൽ വിഷമമുണ്ട്. ജോർജിയയെക്കുറിച്ച് ഞാൻ കാണുന്ന ആദ്യ പോസ്റ്റല്ല ഇത് മോശമാണ്. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ജോർജിയയിൽ നിന്ന് ഈ പെരുമാറ്റം സ്ഥിരമായി തുടരുമ്പോൾ ഇന്ത്യക്കാർ എന്തിനാണ് അവിടെ പോകുന്നതെന്നാണ് മറ്റൊരാളുടെ കമന്റ്. യുഎഇയിലെ തന്റെ പല സുഹൃത്തുക്കളും സമാനമായ സാഹചര്യങ്ങളും വെല്ലുവിളികളും നേരിട്ടിട്ടുണ്ടെന്ന് ഒരാൾ കമന്റ് ചെയ്തു. ചിലർ കൊച്ചുകുട്ടികളെ പോലും കുറ്റവാളികളെ പോലെയാണ് പരിഗണിച്ചത്. ജോർജിയയെ പൂർണ്ണമായും ബഹിഷ്കരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് പറയാൻ കഴിയും. ജോർജിയയിൽ ധാരാളം തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. അർമേനിയ മാത്രം സന്ദർശിക്കുന്നതാണ് നല്ലത്. അവർ വളരെ മര്യാദയുള്ളവരും ബഹുമാനമുള്ളവരുമാണെന്ന് മറ്റൊരാൾ കുറിച്ചു. ജോർജിയൻ ടൂറിസം ബഹിഷ്കരിക്കേണ്ട സമയമാണിതെന്ന് മറ്റൊരാൾ കുറിച്ചു. തന്റെ പാസ്പോർട്ട് നൽകിയപ്പോൾ മോദിയുടെ നാട്ടിൽ നിന്ന് വരുന്നയാളാണോ എന്ന് ചോദിച്ചുവെന്ന് മറ്റൊരാൾ കമന്റ് ചെയ്തു. 2019 ജോർജിയ സന്ദർശിച്ച ഒരാളും തനിക്കുണ്ടായ അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: 2019 ഞാൻ റഷ്യയിൽ നിന്ന് ജോർജിയ സന്ദർശിച്ചു. അവിടെ പ്രവേശിക്കുന്നതിന് മുമ്പ് കുടിയേറ്റത്തെക്കുറിച്ച് സമാനമായ കഥകൾ കേട്ടിരുന്നു. പക്ഷെ ഞാൻ അവിടെ എത്തിയപ്പോൾ അവരെന്നെ ക്രിമിനലിനെ പോലെ നോക്കി. ഭാഗ്യവശാൽ അവർ എനിക്ക് പ്രവേശനം അനുവദിച്ചു. എൻ്റെ ജോർജിയൻ സുഹൃത്തുക്കൾ എന്നെ കൂട്ടിക്കൊണ്ടു പോകാനായി വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നു. അവർ വളരെ സ്വാഗതം ചെയ്യുന്ന ആളുകളും ദയയുള്ളവരുമാണ്. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവർ ഇന്ത്യക്കാർക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. അതൊരു ദുഃഖകരമായ കഥയാണ്. സമയം മലയാളത്തിന്റെ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഇത്തരം അനുഭവം ജോർജിയയിൽ നിന്ന് നേരിട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പങ്കുവെക്കാം.